ഇപ്പോൾ ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനും ബൺ മസ്ക റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 4 ക്യൂബ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം ബട്ടർ അത്രയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അത്രയ്ക്ക് ഫേമസാണ് ഈ ബൺ മസ്കയും ഇറാനി ചായ. അപ്പോൾ ഇതാ ആ ക്രീം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മിൽക്ക് മെയ്ഡും ബട്ടറൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ബണ്ണ് നേരെ നടുവേ ഒന്ന് കീറിയിട്ട് അതിലേക്ക് ഈ ക്രീം തേച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ സൈഡ് കൂടി ഒന്ന് കുറച്ചും കൂടി ആക്കി കൊടുത്താൽ നല്ല ലുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. യൂട്യൂബിൽ ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നതും ഇപ്പോൾ ഇത് ബിസിനസ്സായി ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മുടെ ബൺ മസ്ക റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇറാനി ചായ ഒന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളക്കുന്ന ടൈമിന് കുറച്ച് ടീ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായി തിളച്ച് വന്നപ്പോൾ 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ വേണ്ടത് ഒരു കപ്പിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചായ അത് അരിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ പാൽ തിളച്ച് വരുന്ന ടൈമിന് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ചായയിലേക്ക് ഈ പാലിൻ്റെ മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിക്കുന്ന ഒരു പ്രത്യേക രീതി എല്ലാവർക്കും അറിയാമല്ലോ. ബന്നെടുക്കുക, ചായയിൽ മുക്കി കഴിക്കുക. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഹൈപ്പിനനുസരിച്ചുള്ള ഭയങ്കര മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഓവർ മധുരമില്ലാത്ത സ്നാക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.